ബന്ധം ഉലയുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി യുഎസിൽ നടന്ന രണ്ട് സംഭവങ്ങൾ ഇന്ത്യ യുഎസ് ബന്ധത്തെ ഗുരുതരമായി ബാധിച്ചേക്കാമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇവ രണ്ടും യാഥാർത്ഥ്യമായാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ആദ്യത്തെ സംഭവം യുഎസ് ബ്രസീലിന് 25% താരിഫ് ചുമത്താൻ തീരുമാനിച്ചതാണ്. ഈ തീരുമാനത്തിനെതിരെ ബ്രസീൽ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് 100% വരെ അധിക താരിഫ് ചുമത്താൻ അനുവദിക്കുന്ന പുതിയ ഉപരോധ ബില്ലാണ്. ഈ ബില്ലിന് റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റ് എന്നീ രണ്ട് പാർട്ടികളുടെയും പിന്തുണയുണ്ട്. യുഎസിന്റെ ന്യായീകരണം ഈ നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നാണ്. എന്നാൽ അതിന്റെ ദോഷഫലം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈ ബിൽ 15 മാസമായി യുഎസ് സെനറ്റിൽ കിടക്കുകയായിരുന്നു. ബില്ല് പാസ്സാകില്ലെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. പുതുക്കിയ റഷ്യ ഉപരോധ ബില്ലിന് 60-ലധികം സെനറ്റർമാരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് സെനറ്റിൽ മുന്നോട്ട് പോകാൻ സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നു. ഡെമോക്രാറ്റിക് സെനറ്ററായ റിച്ചാർഡ് ബ്ലൂമെൻതാൻ നേതൃത്വം നൽകുന്ന ഈ ബിൽ സെനറ്റിൽ പാസ്സായാലും പിന്നീട് പ്രതിനിധി സഭയുടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ അംഗീകാരവും വേണം. അതിനുശേഷം മാത്രമേ ഇത് നിയമമാകൂ. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം ഇന്ത്യക്ക് വലിയ മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തൽ. ഈ ബില്ല് നിയമമായാൽ ഇന്ത്യ യുഎസ് ബന്ധത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ യുഎസിന്റെ ചില നയങ്ങൾ, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഇരട്ടത്താപ്പ് എന്നിവ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നേരിയ വിള്ളൽ വീണിരിക്കുന്നു. പ്രത്യേകിച്ച് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായ ശേഷം ഈ സ്ഥിതി കൂടുതൽ വഷളായി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വലിയ തോതിൽ കുറയ്ക്കുകയോ പൂർണ്ണമായും നിർത്തുകയോ ചെയ്യണമെന്നാണ് യുഎസ് പറയുന്നത്. എന്നാൽ നിലവിലെ ഈ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും. പ്രായോഗികമായി ഒരിക്കലും യുഎസ് ആവശ്യം അംഗീകരിക്കാനേ കഴിയില്ല. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 88%, പ്രകൃതിവാതകത്തിന്റെ 51% ഇറക്കുമതിയിലൂടെയാണ് ലഭിക്കുന്നത്. അതിനാൽ ഊർജ്ജ സുരക്ഷ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി സാമ്പത്തിക സ്ഥിരതയുമായും നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ആഗോള ഊർജ്ജ വിപണി വലിയ സമ്മർദ്ദം നേരിടുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ലോകത്തെ ഏകദേശം 20% എണ്ണവാതക വ്യാപാരം നടക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത ഉപരോധങ്ങളും ആക്രമണങ്ങളും കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഊർജ്ജം വാങ്ങരുതെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആവശ്യമാണെന്ന വിലയിരുത്തലാണുള്ളത്. യുഎസും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ക്രമേണ കുറച്ചിരിക്കുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണയും വാതകവും ഇന്ത്യക്ക് മാത്രമല്ല ആഗോള ഊർജ്ജ വിപണിക്കും വളരെ പ്രധാനപ്പെട്ടതായി തീർന്നു.